ഹായ് ഓൾ, ഇന്ന് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആട്ടോ. ഒരു ഇൻഫർമേഷൻ അല്ല, കുറച്ചധികം ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഓണത്തിന്റെ പ്രീ ബുക്കിംഗ് ഐറ്റംസും കഴിഞ്ഞ് നമ്മൾ റെഡി ടു ഡിസ്പാച്ചിലേക്കും ഒക്കെ ചെയ്ത് എല്ലാ കസ്റ്റമേഴ്സിനും തന്നെ കിട്ടിക്കാണെന്ന് കരുതുന്നു. നമ്മൾ ഇത്രയും ഒരു ഡേറ്റ് ആയല്ലോ എന്നൊക്കെ കരുതി, സെപ്റ്റംബർ 15th ആണല്ലോ ഓണം എന്നൊക്കെ കരുതി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴത്തേനും കുറെ കസ്റ്റമേഴ്സ് വീണ്ടും റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആ പ്രൊഡക്റ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ എന്നോട് ഇങ്ങോട്ടേക്ക് ചോദിച്ചു. ഞാനിങ്ങനെ ചോദിച്ചു, ഇനിയിപ്പോ സെപ്റ്റംബർ 15th അധികം ഡേറ്റ് ഇല്ലല്ലോ, നിങ്ങൾക്ക് ഇത് കിട്ടുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരുപാട് ക്ലബിന്റെ ഫംഗ്ഷൻസും അതേപോലെ തന്നെ ഫാമിലി ഫംഗ്ഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് സെപ്റ്റംബർ എൻഡ് വരെയും ഈവൻ ഒക്ടോബറിലേക്ക് വരെ ഓണം ഫംഗ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് കൊണ്ട് വീണ്ടും നമ്മൾ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയും കൂടെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓണത്തിന്റെ ഐറ്റംസ് ആയിട്ട്. അതെല്ലാം നമ്മുടെ ഓണത്തിന്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം മാക്സിമം എല്ലാവരും DTDC ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു എക്സ്പ്രസ് ഡെലിവറിയിലാണ് ഇവിടുന്ന് പോകുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ഇൻസൈഡ് കേരള 2 to 3 ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. പോസ്റ്റിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഡിലേ നിങ്ങൾ തന്നെ എക്സ്പെക്ട് ചെയ്യണം. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ കിട്ടണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. നമുക്ക് എക്സ്പ്രസ് ഡെലിവറി, അതായത് ഏറ്റവും എന്ന് ഓർഡർ ചെയ്താൽ നാളെ കിട്ടുന്ന രീതിയിൽ ഇൻസൈഡ് കേരള നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആക്കാവുന്ന. അപ്പോൾ അതിന് റേറ്റിനകത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഓർഡേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പേഴ്സിനകത്തേക്ക് കോൺടാക്ട് ചെയ്യും. നെക്സ്റ്റ് കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ എക്സ്ചേഞ്ച് റിട്ടേൺ പോളിസി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യ കാലത്ത്, അതായത് ഒരു കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ തുടക്കകാലമായിരുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും ഇതിനകത്ത് ഈ ഒരു ഫീൽഡിനകത്ത് വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് 1-2 സപ്ലയർമാരുടെ അടുത്ത് നിന്ന് കിട്ടിയ ഫാബ്രിക്കിനകത്ത് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ എനിക്ക് തന്നെ ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് അങ്ങനത്തെ ഒരു കിട്ടിയ ഐറ്റംസ് എന്തെങ്കിലും ഡാമേജോ പ്രശ്നങ്ങളോ വന്നവർ തിരിച്ചയച്ചോ എന്നുള്ളത് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് കുറെ കസ്റ്റമേഴ്സ് മിസ്യൂസ് ചെയ്തിട്ട് 6 മാസവും 7 മാസവും 8 മാസവും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതിന്റെ അത്രയും യൂസ് ചെയ്തതിന് ശേഷം കളർ പോയി, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ആദ്യത്തെ ഒരു പുതുമ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചയച്ച കേസസ് ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾ അതിന്റെ ആ ഒരു സെൻസിലെടുക്കുക. അത് നമുക്കും അറിയാം, ഇപ്പൊ എന്തെങ്കിലും ഒരു ഫാബ്രിക്കിന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം മൊത്തം നമുക്ക് തന്നെ അറിയാം. അത് ഞാനും യൂസ് ചെയ്യാറുണ്ട്, നമുക്കിവിടെ സ്റ്റാഫ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ജെന്യൂൻ ആണെന്ന് തോന്നുന്ന റീസൺസ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാറുമുണ്ട്. അല്ലാതെ ഇത് നമ്മുടെ ഈ ഒരു പോളിസി നമ്മൾ അങ്ങനെ ഒന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് അതിനെ മിസ്യൂസ് ചെയ്യുന്ന കുറെ കസ്റ്റമേഴ്സ് നമുക്ക് അങ്ങനെ ഇവിടെ കോളുകളും മെസ്സേജുകളും ഒക്കെ വന്നതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. കാരണം ജെന്യൂൻ ആയിട്ട് തോന്നുന്നത് ഇപ്പോഴാണെങ്കിലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഇനി തൊട്ടിട്ട് നമ്മുടെ ഒരു ഡാമേജ് പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ്. അതില്ലാതെ നമ്മൾ ഇനി തൊട്ടിട്ട് ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കുന്നതല്ല. സ്പെഷ്യലി ഇപ്പൊ ഞാൻ എടുത്തു പറയാൻ റീസൺ വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന്റെ പ്രൊഡക്ട്സ് യാതൊരു കാരണവശാലും നമ്മൾ ഇവിടുന്ന് എക്സ്ചേഞ്ചോ റിട്ടേണോ റീഫണ്ടോ ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു സീസൺ ബേസ് ചെയ്തിട്ട്, കാരണം എല്ലാവരും തന്നെ മെയിൻ ആയിട്ട് ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു തീം ബേസ്ഡ് ആയിട്ടൊക്കെ ഡ്രസ്സസ് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ഒരു യൂസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെറിയ ഡാമേജ് ഒക്കെ പറ്റിയെന്ന് അല്ലെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് ഐറ്റംസ് റിട്ടേൺ ചെയ്യാറുണ്ട്. അപ്പൊ അതാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് യൂസ് ചെയ്തിട്ട് അയച്ചേക്കുന്ന ഐറ്റംസ് ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പൊ സ്പെഷ്യലായിട്ട് നമുക്ക് ക്രിസ്മസിനും അതുപോലെ തന്നെ വിഷുവിനും ഒക്കെ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ തൊട്ടിട്ട് നമ്മൾ ആ കാര്യത്തിനകത്തൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഐറ്റംസ് എന്നാ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ട്രാക്കിംഗ് ചെയ്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പം ഈ സ്പെഷ്യലി ഇപ്പോൾ ഓണത്തിനൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഐറ്റംസ് കിട്ടുന്നത് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ്. നമ്മൾ ഇനി തിരിച്ചിങ്ങോട്ടേക്ക് എന്തെങ്കിലും ഡാമേജിന് തിരിച്ച് നമ്മൾ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് അവൈലബിൾ ആക്കണമെങ്കിൽ. അപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ഇവിടുന്ന് നമ്മുടെ ഒരു മാനേജ്മെന്റ് ടീമിന്റെ ഇതെല്ലാം ഡിസിഷനിലനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിന്റെ എക്സ്ചേഞ്ചോ റിട്ടേണിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇനി വേണ്ട നമുക്ക് സ്പെഷ്യലി നമുക്ക് ഔട്ട്സൈഡ് കേരള എന്നൊക്കെ നമ്മളിതിന്റെ ഇംഗ്ലീഷിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മളിത് കൊടുത്തിട്ടുണ്ടാവും, സ്പെഷ്യലി ഔട്ട്സൈഡ് കേരള പീപ്പിളിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇനി തൊട്ടിട്ട് ആ പോളിസിക്കകത്തുള്ള ചേഞ്ചസ് നമ്മൾ വെബ്സൈറ്റിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. സൈസ് ഇഷ്യൂസിന്റെ പേരിൽ എനിക്ക് തോന്നുന്നില്ല വേറൊരു ഇതിനകത്തും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്. ഞാൻ സാധാരണ ലാർജാണ് യൂസ് ചെയ്യുന്നത്, എനിക്കിത് ലൂസായിട്ട് വന്നുകൊണ്ട് ഞാൻ മീഡിയം ആയിട്ടേക്കുന്നത്, അല്ലെങ്കിൽ എനിക്കിത് ടൈറ്റ് ആയിട്ട് വന്നുകൊണ്ട് ഞാൻ എക്സൽ ആയിട്ടേക്കുന്നത്. നിങ്ങൾ അതനുസരിച്ച് ചൂസ് ചെയ്യണമെന്നൊക്കെ ഈച്ച് വീഡിയോക്കകത്ത് ഞാനിത് എടുത്ത് പറയാറുണ്ട്. അപ്പം ഇനി തൊട്ടിട്ട് നമ്മൾ സൈസ് ഇഷ്യൂസിന്റെ പേരിലും നമ്മൾ എല്ലാത്തിനകത്തും തന്നെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് പ്രൈസിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിന്റെ തൊട്ട് താഴെയായിട്ട് അതിന്റെ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ചില പല യൂണിറ്റിൽ നിന്നും പല സപ്ലയറിന്റെ കയ്യിൽ നിന്നൊക്കെ ആയിട്ട് ചിലപ്പോൾ സൈസ് ചാർട്ടിനകത്തൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം ഒരു സ്ലിറ്റഡിന്റെ ഒരു മെഷർമെന്റ് അല്ല അനാർക്കലിക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഡിഫറൻസ് വന്നു കഴിയുമ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കുക എന്നുള്ളത്. ഇനി അങ്ങനെ നിങ്ങൾക്കൊരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ടീമിന്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം, നിങ്ങൾ സംശയം തീർത്തതിന് ശേഷം മാത്രം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. കാരണം നമുക്ക് ഈ റിട്ടേൺ റീഫണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്.
നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഫ്ലോറൻസ് ഇന്നീ കാണുന്ന ഒരു ലെവലിലേക്ക് എത്തിയേക്കുന്നത്. മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു 690യുടെ കുർത്തി ഞാൻ നിങ്ങൾക്ക് തരുവാണെങ്കിൽ 690യെക്കാട്ടിലും അതിന്റെ മുകളിലേക്ക് ക്വാളിറ്റി ഞാൻ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. പ്രൈസിങ് ആണെങ്കിലും ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു പ്രീമിയം ബ്രാൻഡഡ് കുർത്തീസ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് MRP ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെർമിഷൻ ഉള്ളൂ. അതുകൊണ്ടാട്ടോ അങ്ങനത്തെ കുർത്തീസ് നമ്മൾ മാക്സിമം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എനിക്ക് 690 ഒരു കുർത്തി നിങ്ങൾക്ക് തന്നിട്ട് അതിന് ഒരു 1290യുടെ ലുക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ശരിയാവുന്ന കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം ഞാനും ഇപ്പം സ്ക്രീൻ ചെയ്ത് നമ്മുടെ സപ്ലയർമാരാണെങ്കിലും യൂണിറ്റ് ആണെങ്കിലും ഏറ്റവും നല്ലതിലേക്ക് മാത്രം നമ്മളിപ്പം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഇനി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ല ക്വാളിറ്റി ഏറ്റവും പ്രൈസ് ആണെങ്കിലും കുറച്ച് നല്ല ഇതിലേക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ സജഷൻസ് ആണ് എനിക്കിത് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ വേണ്ടത്. അപ്പം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടങ്ങളുള്ളത്, വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടൊക്കെ റീസ്റ്റോക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ ആവശ്യപ്പെടുന്ന ഐറ്റംസ് ഒക്കെ തന്നെ ഞാൻ ഇവിടെ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് വന്നേക്കുന്ന ഐറ്റം നമ്മുടെ ഹക്കോബയുടെ ഇവിടെ എംബ്രോയിഡറി വരുന്ന കുർത്തി പഫ് സ്ലീവ് മാറ്റിയിട്ട് ഫുൾ 3/4 സ്ലീവിലേക്കും സ്ലിറ്റഡിലേക്കും കൊണ്ടുവരണം എന്നുള്ളത്. അപ്പൊ അത് ഓൾറെഡി നമ്മൾ വർക്ക് കയറ്റിയിട്ടുണ്ട്. ഓണത്തിന്റെ തിരക്കായതുകൊണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതും കൂടെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.